നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത്, തിരിച്ചടി താങ്ങാനാകില്ല പാകിസ്ഥാന്. ഇന്ത്യക്കെതിരെ നിരന്തരം കൊലവിളി നടത്തുന്ന അസിം മുനീറിന് ഒടുക്കത്തെ അന്ത്യശാസനം ഇന്ത്യ കൊടുത്തിരിക്കുന്നു. അനാവശ്യമായ വാചകമടി നിർത്തിയില്ലെങ്കിൽ അടുത്തിടെ കിട്ടിയതുപോലെ മുറിവേൽക്കുന്ന കനത്ത തിരിച്ചടി ഇനിയും നേരിടേണ്ടി വരുമെന്ന് ഇപ്പോൾ അസിം മുനീറിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ US സന്ദർശനത്തിനിടെ നടത്തിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സ്വന്തം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന തരത്തിലുള്ള വിദ്വേഷപരമായ പ്രസ്താവനകൾ പാക് നേതൃത്വത്തിൽ നിന്ന് തുടരെ ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടു. സ്വന്തം പരാജയങ്ങൾ മറച്ചുപിടിക്കാനുള്ള പാകിസ്ഥാന്റെ പ്രവർത്തന രീതിയാണിതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാന്റെ ഏത് അതിസാഹസത്തിനും കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അസിം മുനീർ മുഴക്കുന്ന വീരവാദങ്ങൾ സ്വന്തം തോൽവി മറയ്ക്കുന്നതിനു വേണ്ടിയാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിൽ അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതി ഇടപെടുന്നത് അംഗീകരിക്കില്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാകിസ്ഥാൻ നിർത്തുന്നതുവരെ കരാർ റദ്ദാക്കിയ നടപടി തുടരും. അമേരിക്കയുമായുള്ള ബന്ധം മാറ്റമില്ലാതെ തുടരുമെന്നും ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം അലാസ്കയിൽ ഈ മാസം നടക്കുമെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേയിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും തുടർന്ന് വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ അപേക്ഷയും പരാമർശിച്ചായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. US സന്ദർശന വേളയിലാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് അസിം മുനീർ പ്രസ്താവനകൾ നടത്തിയത്. പക്ഷേ അസിം മുനീറിന്റെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ അസ്ഥാനത്തായി പോയി. ഇന്ത്യ അതിശക്തമായിട്ടാണ് ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധു കരാറിൽ വീണ്ടും പിടിമുറുക്കിയിരിക്കുകയാണ് ഇന്ത്യ. അവിടെ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്കും ഉടൻ കേന്ദ്ര സംഘം കടക്കും എന്നുള്ള വിവരങ്ങളുണ്ട്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയാണ്. പാകിസ്ഥാനിലെ 250 മില്യൺ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് സിന്ധു നദിയിൽ ഇന്ത്യ ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. ജനങ്ങൾ പാക് സർക്കാരിനെതിരെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർന്ന് തരിപ്പണമാകും. ഇപ്പോൾ തന്നെ നട്ടെല്ലൊടിഞ്ഞിരിക്കുകയാണ്. ഇനിയും അവസ്ഥ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ പരിതാപകരമാകും എന്നാണ് ജനങ്ങൾ പാക് സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും ചർച്ച വേണമെന്നും സിന്ധു നദിയിൽ അനുകൂലമായ ഒരു ചർച്ച ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ ജനങ്ങളെയും കർഷകരെയും ബാധിക്കുന്ന വിഷയമാണ് ഇത്. വെള്ളം കിട്ടാതെ വന്നതോടെ വെപ്രാളത്തിലാണ് അസിം മുനീർ. ആ വെപ്രാളമാണ് ഇന്ത്യക്ക് നേരെ ഭീഷണിപ്പെടുത്തി ഇപ്പോൾ സിന്ധു നദിയിലെ പ്രതിസന്ധി ഒഴിവാക്കാം എന്ന് അസിം മുനീർ കണക്ക് കൂട്ടുന്നതിന്റെ കാരണവും. എന്നാൽ അസിം മുനീർ നടത്തുന്ന ഓരോ കൊലവിളിക്കും തിരിച്ചടി 10 ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ പോയി നിന്ന് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയായിരുന്നു അസിം മുനീർ നടത്തിയത്. ഭീകര സംഘടനകൾക്ക് പിന്തുണയേകുന്നതും സൈനിക ഭരണകൂടം നിലവിലുള്ളതുമായ പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള ആശങ്കയും ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യയുമായി സൗഹൃദ ബന്ധമുള്ള ഒരു രാജ്യത്തിരുന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന അസിം മുനീറിനെ ഇന്ത്യ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ കരുതലോടെ നിൽക്കണം എന്ന് തന്നെയാണ് മറ്റ് രാജ്യങ്ങളും ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഒരു യുദ്ധവെറിയന്റെ മതഭ്രാന്തന്റെ കയ്യിലാണ് ആണവായുധത്തിന്റെ സ്വിച്ച് ഉള്ളത്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തിനേയും ഏതു വിധേനയും നേരിടും എന്നാണ് ഇന്ത്യ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാക്കാൻ മിഷൻ സുദർശൻ ചക്ര ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇസ്രയേലിന്റെ അയൺ ഡോമിന് സമാനമായ സുദർശൻ ചക്ര മിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത 10 വർഷത്തിനുള്ളിൽ, അതായത് 2035ഓടെ രാജ്യത്തിന് വ്യോമ പ്രതിരോധ കവചവും കൃത്യതയാർന്ന പ്രത്യാക്രമണ ശേഷിയും നൽകുന്നതാകും ഈ പദ്ധതി. ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഈ ഒരു നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അവർക്കുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൊടുത്തിരിക്കുന്നത്. ശത്രുവിന്റെ ആക്രമണങ്ങളെ നിർവീര്യമാക്കുക മാത്രമല്ല, അവർക്ക് പല മടങ്ങ് തിരിച്ചടി നൽകുകയും ചെയ്യുന്ന ശക്തമായ ആയുധ സംവിധാനമായിരിക്കും സുദർശൻ ചക്ര മിഷൻ. ഇസ്രയേലിന്റെ അയൺ ഡോം പോലെ എല്ലാ വ്യോമാക്രമണ ഭീഷണികളിൽ നിന്നും രാജ്യത്തിന് സംരക്ഷണം നൽകാൻ ഈ മിഷന് കഴിയും.
ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ചതിന് സമാനമായ ആക്രമണങ്ങളെ ഭാവിയിൽ പ്രതിരോധിക്കുക എന്നതും സുദർശൻ ചക്ര മിഷന്റെ ലക്ഷ്യമാണ്. ദേശീയ പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, മറ്റ് തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ എന്നിവയെല്ലാം സംരക്ഷിക്കുന്നതിനായി പുതിയ സാങ്കേതിക പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്ര സുരക്ഷാ കവച് പദ്ധതിക്ക് കീഴിൽ വിന്യസിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 10 വർഷത്തിനുള്ളിൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയിരിക്കുമെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്.